പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ഒരു കള്ളം എനിക്ക് പറയേണ്ടി വന്നു. ഞാൻ ഗർഭിണിയല്ല. വേണ്ടയോന്ന് അതിന് തൽക്കാലം നിന്റെ വക്കാലത്തിന്റെ ആവശ്യമില്ല. നന്ദിനി, നീ ഇങ്ങനെ വെപ്രാളപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നിനക്കും അവക്കും കൂടെ ഒരുമിച്ചങ്ങ് പുറത്തേക്ക് പോകാം. നിങ്ങളെ രണ്ടുപേരെയും അടിച്ചു പുറത്താക്കാനുള്ള ചാണകവെള്ളം ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം എനിക്കിവിടെ ശുദ്ധികലശം നടത്താൻ. നീലും സ്വാതിയും ഡോക്ടർ ശ്രീദേവിയെ കാണാൻ പോയിരിക്കുക. എന്തിന്? അവർക്കിതിലെന്താ കാര്യം? നീലിന്റെ അച്ഛന്റെ ഒരു കുടുംബ സുഹൃത്താ ഈ ഡോക്ടർ. സ്വാതിക്കിനി കുട്ടികൾ ഉണ്ടാകുമോ എന്നറിയാനുള്ള പരിശോധന നടത്താൻ മാത്രമല്ല അവര് പോയിരിക്കുന്നത്. പിന്നെ നീ എന്തായി പറഞ്ഞു വരുന്നേ? ഒന്ന് തെളിച്ചു പറ. സ്വാതിയെയും നീലിനെയും വീണ്ടും ഒന്നിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് അച്ഛൻ. എന്നിട്ട് നീലതിന് വഴങ്ങിക്കൊടുത്തോ? ഹാ, അതാണ് ആകെ ഒരു ആശ്വാസം. നീൽ ഇതുവരെ അവൾക്ക് അനുകൂലമായി ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. എന്ത് തോന്നിയ നീ കാണിച്ചേ? സ്വാതിയെ കൂട്ടാതെ നീ ഇവിടുന്ന് പോയി. അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ പറഞ്ഞ എന്നെ പോലും നീ അപമാനിച്ചു. അത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ശ്രീദേവി എന്നെ വിളിച്ചിരുന്നു. അവർക്ക് മനസ്സിലായി നിങ്ങൾ തമ്മിലുള്ള പിണക്കവും വഴക്കവും ഒക്കെ. അതിനിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? തോന്നിവാസം കാണിച്ചിട്ട് നിന്ന് ന്യായം പറയുന്നോടാ. നീ സ്വാതിയെ കൂട്ടാതെ അവിടെ ചെന്നിട്ടല്ലേ സ്വാതി വരുന്നവരെ അവര് നിന്നെ പുറത്തിരുത്തിയത്? എടാ, വീട്ടിനുള്ളിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും വഴക്കോ പിണക്കോ ഉണ്ടായാൽ അത് വീടിനുള്ളിൽ തന്നെ തീർക്കണം. മനസ്സിലായോ? ഇല്ലച്ചാ, എനിക്കത് മനസ്സിലാവില്ല. അങ്ങനെ അഡ്ജസ്റ്റ്മെന്റിൽ ചിരിക്കാനും കരയാനും എനിക്ക് കഴിയില്ലെന്ന് നീ ഇനിയെങ്കിലും മനസ്സിലാക്കണം. എടാ, ഭാര്യയും ഭർത്താവും തമ്മിൽ പരസ്പരം സ്നേഹിച്ച് മാത്രമല്ല ജീവിക്കുന്നത്, വിട്ടുവീഴ്ചകൾ ചെയ്തിട്ട് കൂടിയാ. അതറിയാമോ നിനക്ക്? അച്ഛാ, അകന്നു പോയവരെ തമ്മിൽ വീണ്ടും ചേർത്ത് വെച്ചാ അതൊരിക്കലും ശരിയാവില്ല. അകന്നുപോയോ? ആരകന്നുപോയി? നിന്റെ ഭാര്യ നിന്നിന്ന് അകന്നുപോയോ? അകന്നുപോയത് നീയാ. അനാവശ്യ വാശി മൂലം സ്വയം നശിക്കുന്നത് നിന്റെ ജീവിതം. അത് നീ മനസ്സിലാക്കിക്കോ. അച്ഛൻ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇനി ഒരിക്കലും സ്വാതിയോട് ഒത്തുപോകാൻ എനിക്ക് കഴിയില്ല. അതിപ്പോ മാത്രമല്ല, ഈ വേണ്ടി വന്നാ നമുക്കതും ചെയ്യേണ്ടി വരും. അച്ഛാ, പിരിഞ്ഞു പോവേണ്ടത് പിരിഞ്ഞു പോവുക തന്നെ വേണം. അതിനെ കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കരുത്. വെറും സാങ്കല്പികമായ ചോദ്യങ്ങളാ. ഇതിനൊക്കെ മറുപടി പറയാൻ എന്നെ കിട്ടില്ല എന്ന് കരുതി എന്റെ തീരുമാനത്തിന് ഒരു മാറ്റവുമില്ല. ആഗ്രഹിച്ചോ അത് സംഭവിക്കാൻ പോകുന്നു. എടി മക്കളെ, നീലേ സ്വാതിയെ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അമ്മേ, സത്യമാണോ? പിന്നല്ലാതെ ഞാൻ എന്തിനാണ് ഇതിനൊക്കെ കള്ളം പറയുന്നത്? നീല് മഹേഷ് ചേട്ടന്റെ മുഖത്ത് നോക്കി ഇക്കാര്യം പറയുന്നത് കേട്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. മനസ്സിലായോ?
എന്താ വേദമോളെ, നിനക്കിപ്പൊ സന്തോഷമായോ? നിങ്ങളത് ഉപയോഗിച്ചോ? ഇല്ല. ഇനിയാണ് നിങ്ങളത് ഉപയോഗിക്കേണ്ടത്. നീലും സ്വാതിയും തമ്മിൽ ഒരുമിച്ചൊരു ജീവിതം ഇനി സാധിക്കില്ല എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കണം. കേട്ടോ? ഒരു കള്ളം 1000 തവണ ആവർത്തിച്ച് പറഞ്ഞാൽ അത് നേരല്ലേ എന്ന് കേൾക്കുന്നവര് ഒരു വട്ടമെങ്കിലും ചിന്തിക്കും. അച്ഛന്റെ മനസ്സില് നീല് പറഞ്ഞതാണ് ശരിയെന്ന് ഒരിക്കലെങ്കിലും തോന്നിപ്പിക്കണം. ആ ശരീരഭാഗം മുറിച്ചു കളഞ്ഞേ പറ്റൂ. അതുപോലെ തന്നെയാ നിന്റെ ഏട്ടത്തിയും. ദേ, ഇത് നിനക്കും കൂടിയുള്ള മുന്നറിയിപ്പാ. നീ അത് ഓർത്തോ? ഒരു പിടിയും നീലിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ അവസരം നോക്കി രാജീവേട്ടൻ നീലിനോട് അടുക്കണം. അത് കൊള്ളാം. നീലിന്റെ മനസ്സിൽ സ്വാതിയോടുള്ള വിരോധം മാക്സിമം കൂട്ടണം. അങ്ങനെ വന്നാ നീല് സ്വാതിയെ ഉപേക്ഷിക്കുക തന്നെ ചെയ്യും. അതും കൊള്ളാം. ഇത് ഞാൻ കലക്കും. ഞാന് അളിയനെ ഉപദേശിച്ച് ഒരു വഴിക്കാക്കും അമ്മേ. അമ്മ നോക്കിക്കോ. മിണ്ടാത്തത്. അയ്യോ, നീ വല്ലാതങ്ങ് ക്ഷീണിച്ചു പോയി. എന്റെ ക്ഷീണവും ക്ഷീണയില്ലായ്മയൊന്നും നീ അന്വേഷിക്കേണ്ട കാര്യമില്ല. നീ എത്ര തവണ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചാലും അതൊന്നും എന്നെ ബാധിക്കയില്ല. ആര് പറഞ്ഞു? അവിടെയാ നിനക്ക് തെറ്റിയത്. ദൈവങ്ങള് പോലും ഇപ്പൊ കൂടുതൽ കൈക്കൂലി കൊടുക്കുന്നവരുടെ പക്ഷത്താ. ആര് പറഞ്ഞു നിന്നോട് ഈ മണ്ടത്തരം? എടി, ഈശ്വരൻ സർവ്വവ്യാപിയാ. അതിനൊരു കൈക്കൂലിയുടെ ആവശ്യമില്ല. പ്രാർത്ഥിക്കാൻ ക്ഷേത്രത്തിൽ പോകുമ്പോ മനസ്സിൽ നേർച്ചയും വഴിപാടും ഒക്കെ നടത്തുന്നതേ അവരവരുടെ മനസ്സിന്റെ സംതൃപ്തിക്ക് വേണ്ടിയിട്ടാ. അതിനെ കൈക്കൂലിയെന്നും പറഞ്ഞ് നീ ആക്ഷേപിക്കാൻ പറയുന്നത്. നമ്മൾ ഈ സർക്കാർ ഓഫീസിലൊക്കെ ചെന്ന് ഇന്ന് തന്നെ കാര്യം നടത്തി തരണേന്ന് പറഞ്ഞ് വലിയ ഓഫീസർമാർക്ക് കൈക്കൂലി കൊടുക്കുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ. ചില സാറുമാരാണെങ്കിൽ തുക കൂടുതൽ കൊടുത്താ സർക്കാർ ഓഫീസ് വരെ എഴുതി തരും. അതുപോലെയാ ചില ദൈവങ്ങള്. അല്ലെങ്കിൽ ഞാൻ രാവിലെ പോയി പ്രാർത്ഥിച്ചതിന് അപ്പൊ തന്നെ ഫലം തരുവോ? അല്ലേ സ്വാതി? അതും ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഫലം. എന്തായാലും പ്രാർത്ഥിച്ചത് നീയല്ലേ, അപ്പോ അതൊരു നല്ല പ്രാർത്ഥനയാവില്ല. തന്നെ നിൽക്കണേ എന്ന് പറഞ്ഞാ ഞാൻ പ്രാർത്ഥിച്ചത്. അത് കഴിഞ്ഞ് നേരെ ഞാൻ വന്നു കയറിയപ്പോഴാ നീ വിളമ്പിയ ഭക്ഷണം പോലും കഴിക്കാതെ നീല് പോയത്. പക്ഷേ ഞാൻ കൊടുത്ത പ്രസാദം നീല് കഴിക്കുകയും ചെയ്തു. നിന്നെ ഒരിക്കലും ഡോക്ടറെ കാണാൻ നീലൊപ്പം കൊണ്ടുപോവല്ലേ എന്നാ ഞാൻ രണ്ടാമതായി പ്രാർത്ഥിച്ചത്. അതും ഈശ്വരൻ രാവിലെ തന്നെ നടത്തി തന്നു. ദേ, നിന്നെ കൂടാതെ നീലിപ്പ തിരിച്ചു വരികയും ചെയ്തു. നീ ഓട്ടോയില് വെയിലും കൊണ്ട് വന്നിറങ്ങി വിയർത്ത് കുളിച്ച് ദാ നിൽക്കുന്നു. ആ കാര്യം നീ ഓർത്തോ? ഈ പറഞ്ഞതിനെല്ലാം ഈശ്വരൻ തന്നെ നിനക്ക് മറുപടി തരുന്നൊരു ദിവസം വരും. തന്നു. ഈശ്വരൻ മറുപടി തന്നു. ആ മറുപടി നിന്നോട് പറയാനാ ഞാൻ ഇവിടെ കാത്തു നിന്നത്. നീ വരുന്നത് നോക്കി. എന്താ കേൾക്കണ്ടേ നിനക്ക്? ഈശ്വരൻ പറഞ്ഞ മറുപടി നേരിട്ട് കേട്ടത് ഞാനല്ല, അമ്മായിയാ, ഭാനുമതി അമ്മായി. അമ്മായി എന്നോട് വന്നത് പറഞ്ഞ പോസിറ്റീവായിട്ട് തന്നെയാ തോന്നിയത്. പക്ഷേ
നിനക്കത് ചിലപ്പോ നെഗറ്റീവ് ആവാൻ സാധ്യതയുണ്ട്. നിന്നെ ഡിവോഴ്സ് ചെയ്യാൻ നീല് തീരുമാനിച്ചു കഴിഞ്ഞു. അതിന്റെ പേരിൽ അച്ഛനും മോനും കൂടി ഇവിടെ അല്പം മുമ്പ് പൊരിഞ്ഞ തല്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞേ മനസ്സിലാവൂ. ആ സമയത്ത് അത് കാണാനുള്ള ശക്തി തരണേന്ന് നീ ഒന്നുകൂടി പോയി ചെന്ന് പ്രാർത്ഥിക്കും. വേണമെങ്കിലേ ദൈവങ്ങൾക്ക് കുറച്ച് വഴിപാട് നേർച്ചയൊക്കെ കൂടുതൽ കൊടുക്ക്. നിന്റെ ഭാഷയില് കൈക്കൂലി. ഇനി എനിക്ക് അകത്തോട്ട് കേറാലോ അല്ലേ? നന്ദിനി, എന്താ എടുത്തി? കുറച്ച് തണുത്ത വെള്ളം എടുക്ക്. എന്നിട്ട് അത് ഇവൾക്ക് കൊണ്ട് കൊടുക്ക. നന്നായിട്ടൊന്ന് തണുക്കട്ടെ. നീ വാ. ഒന്നും പറയണ്ട മോളെ. മോള് പറഞ്ഞതുപോലെ തന്നെ ഞാൻ പറഞ്ഞു. പക്ഷേ അയാൾ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. കൊച്ചിനെ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറഞ്ഞ അയാൾ ഫോൺ കട്ട് ചെയ്തു. സാരമില്ല ബോബിച്ചയ, ഞാനിത് പ്രതീക്ഷിച്ചതാ. ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. ഞാൻ നീലുമായിട്ടൊന്ന് സംസാരിക്കട്ടെ. ഓ ശരി, അപ്പൊ കാണാം. ഈ കൊച്ചിന്റെ ഓരോ കാര്യങ്ങളെ ഓരോ സമയത്തും ഓരോ ഐഡിയ. ഇതിപ്പോ എന്തിനാണെന്ന് ആർക്കറിയാം? അപ്പൊ എന്നെ കൊണ്ടുപോകാൻ മടി. ആദ്യം നീലിനെ തന്നെ കാണാം. ഇയാളെന്തിനാ അവളെ കൂട്ടിച്ചെല്ലാൻ പറഞ്ഞത്? ഒരുമിച്ച് പോയതുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടല്ല. പക്ഷെ വേണ്ട, അതെന്തായാലും വേണ്ട. നീൽ, ഞാൻ അകത്തോട്ട് വന്നോട്ടെ? നീൽ, എനിക്കറിയാം നീലിന്റെ മനസ്സ്. സ്വാതിയുമായുള്ള ബന്ധം അവസാനിപ്പിക്കണമെന്ന് നീലിന് നല്ലതുപോലെ ആഗ്രഹമുണ്ട്. എനിക്കതറിയാം. പിന്നെ എന്തിനാ നീല എന്നോടത് മറച്ചു വെക്കുന്നത്? നമ്മള് സ്വപ്നം കണ്ട ആ പഴയ ജീവിതം നീല് മറന്നോ? പഴയതൊന്നും ഞാനിപ്പോ ഓർക്കാറില്ല. നിങ്ങൾ പുരുഷന്മാർക്കത് വേഗം കഴിയും. പക്ഷേ എന്നെപ്പോലുള്ള സ്ത്രീകൾക്ക് അത് അത്ര വേഗം കഴിയില്ല. സോ അഡ്വക്കേറ്റ് ട്രീസ പോൾ ഒരു നല്ല ഓപ്ഷൻ തന്നെയാ. അപ്പോ ഞാൻ അവരെ വിളിച്ചു പറയാം. ഓക്കെ? ഞാൻ ഒരുക്കോ? അതിന് ഒരു ഡിവോഴ്സിന്റെയും ആവശ്യമില്ല. നാളെ വരാൻ പോകുന്ന ടെസ്റ്റിന്റെ റിസൾട്ട് എന്തായിരിക്കുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. നന്ദിനി, ഇന്ന് രാത്രി എനിക്ക് ഏട്ടന്റെ ഒപ്പം ഇരുന്ന് ആഹാരം കഴിക്കണം. നാളെ കഴിഞ്ഞാ പിന്നെ എന്റെ ജീവിതത്തിൽ ഇതുപോലൊരു ദിവസം ഉണ്ടായില്ലെങ്കിലോ? മേലാൽ എന്റെ കാര്യത്തിൽ ഇതുപോലെ അപമാനിക്കാനും അഭിപ്രായം പറയാനും വന്നാലുണ്ടല്ലോ, അത് നിനക്ക് നല്ലതിനല്ല.
ശല്യമായല്ലോ. സമാധാനമായിട്ട് ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കില്ലേ? ഏട്ടാ, ഇന്ന് എനിക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കണം. ഇതെന്റെ ആഗ്രഹമാണ്. ഇനി ഏട്ടൻ എന്നെ ഡിവോഴ്സ് ചെയ്യാനാണ് നാളെ തീരുമാനിക്കുന്നതെങ്കിൽ ഇതുപോലൊരവസരം ഇനി എനിക്ക് കിട്ടില്ല. ഏട്ടാ പ്ലീസ്. നീലേ, മര്യാദയ്ക്ക് അവിടെ ഇരുന്ന് ആഹാരം കഴിക്കടാ. ഏട്ടാ, എന്റെ അപേക്ഷ തള്ളിക്കളയരുത്. എന്നെ അവഗണിച്ചോളൂ, അപമാനിച്ചോളൂ. പക്ഷെ ഇവരുടെ മുന്നിൽ വെച്ച് എന്നെ ഇല്ലാതാക്കല്ലേ പ്ലീസ്. സ്വാതിയുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കും. ഇന്നൊരു ദിവസത്തേക്ക് ഏട്ടൻ ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. ഏട്ടാ പ്ലീസ്. നിന്റെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കാൻ എനിക്ക് മനസ്സില്ല. ഇന്നെന്നല്ല, ഇനി ഒരിക്കലും. ഏട്ടാ, എന്നെ ഇവിടെ ആരും ഉപദേശിക്കാൻ വരണ്ട. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. അവന്റെ മനസ്സിൽ നിന്നോട് ഇത്രയ്ക്കും വെറുപ്പുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. നിന്നോട് അവൻ ചെയ്തതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അത് സാരമില്ല അച്ഛാ. എന്നെ വെറുത്തോട്ടെ, അവഗണിച്ചോട്ടെ, പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിക്കോട്ടെ, ഞാൻ എല്ലാം സഹിച്ചോളാം. കാരണം ഇതൊക്കെ ചെയ്യുന്നത് എന്റെ ഏട്ടനാണല്ലോ. അച്ഛൻ പറഞ്ഞത് കേട്ടില്ലടി? നിന്നേക്കാൾ യോഗ്യത എനിക്കാണെന്ന്. എടി, ജന്മം കൊണ്ടല്ല, കർമ്മം കൊണ്ടാ മക്കൾ ഉണ്ടാവുന്നത്. ഇതുപോലൊരു അച്ഛനെ എനിക്ക് കിട്ടിയതും അതേ ബന്ധം കൊണ്ടാ. അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഒരിക്കലും. മനസ്സിലായില്ല പോലും. മനസ്സിലാക്കി തരാം ഞാൻ. നമുക്കും വേണ്ടി അവള് കഷ്ടപ്പെട്ടത് നമുക്ക് മറക്കാൻ പറ്റുന്ന കാര്യമാണ്. അതുകൊണ്ട് അവൾ എന്നോട് കാണിച്ച ചതി ഞാൻ ക്ഷമിക്കണം. ഇല്ലച്ച, അച്ഛന്റെ മനസ്സ് മാറിയാലും ഇക്കാര്യത്തിൽ എന്റെ മനസ്സ് മാറില്ല. അവളോട് ഈ ജന്മം എനിക്ക് ക്ഷമിക്കാനും പറ്റില്ല. പണ്ട് അച്ഛനും അമ്മയും പരസ്പരം സ്നേഹിച്ചതും ക്ഷമിച്ചതും ഒക്കെ അതൊക്കെ വളരെ വലിയ കാര്യം തന്നെയാ. പക്ഷെ എനിക്കതിന് പറ്റില്ല. അതൊരു പക്ഷെ എന്റെ തെറ്റായിരിക്കാം, ജീവിതാനുഭവത്തിന്റെ കുറവായിരിക്കാം. പക്ഷെ ഇപ്പൊ എനിക്ക് ഇങ്ങനെ ചിന്തിക്കാനേ പറ്റൂ. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. എന്താ വേദേ, നീ ഇന്നലെ രാജീവേട്ടനെ വിളിച്ചേ? രാജീവ് ഇവിടെ ഇല്ലേ? ഇല്ല, ആരോ കാണാനുണ്ടെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയിരിക്കുക. വിളിക്കണോ? വേണ്ട. അല്ല വേദേ, എന്താ ഇപ്പൊ പ്രശ്നം? ഗൗരി, ഈ കമ്പനി എങ്ങനെയെങ്കിലും നശിച്ചു പോട്ടെ എന്ന് കരുതി തന്നെയാ ഞാൻ അതിനകത്ത് കയറി കൂടിയതും സ്വാതിയെ ഇറക്കി വിട്ടതും. പക്ഷേ ഇപ്പൊ അങ്ങനെ വിട്ടുകളയാൻ എനിക്ക് പറ്റില്ല. എല്ലാം ഭംഗിയായിട്ട് നടത്തിയേ തീരൂ. രാജീവിനോട് ചില കാര്യങ്ങൾ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ദേ, ഇപ്പൊ തന്നെ എനിക്ക് തരാൻ ഞാൻ രാവിലെ പറഞ്ഞ ഫയലല്ല ഇപ്പൊ എന്റെ മുമ്പിൽ എത്തിച്ചത്. കാര്യങ്ങൾ കുറച്ചുകൂടി ഉത്തരവാദിത്വത്തോടെ കാണാൻ ഗൗരി രാജീവിനോട് പറയണം. ആ കളവും പോയി നീലിനോട് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് നീലത് സമ്മതിച്ചോ? അതൊന്നും ഞാൻ കേട്ടില്ല. പക്ഷേ മഹേഷ് ഏട്ടൻ അവനെ കൊണ്ട് അത് സമ്മതിപ്പിക്കുവോ എന്നാ എനിക്ക് സംശയം. എടി മോളെ, എടി ഇനി എല്ലാം കൈവിട്ട് പോകല്ലോടി. അമ്മായി പേടിക്കണ്ട, ഒന്നും കൈവിട്ട് പോകില്ല. അതിന് ഈ വേദ സമ്മതിക്കില്ല. സമ്മതിക്കാതിരുന്നാ നിനക്ക് കൊള്ളാം. അല്ലെങ്കിലേ നീലിന്റെ ജീവിതത്തിൽ ഒരിക്കലും നിനക്ക് കടന്നു ചെല്ലാൻ പറ്റിയെന്ന് വരില്ല. ആ, നീ വേണം നിൽക്കാൻ. അമ്മേ, വെല്ലിച്ചൻ എത്ര പറഞ്ഞാലും നീൽ അതൊന്നും സമ്മതിക്കാൻ പോകുന്നില്ല. നീലിന്റെ സ്വഭാവം അമ്മയ്ക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടാ. ഒരു കാര്യം തീരുമാനിച്ച അതിലൊരു ഇഞ്ച് പോലും പിന്നോട്ട് പോവില്ല.
വിശ്വാസവഞ്ചനയും കള്ളത്തരവും ഒന്നും ഒരിക്കലും ക്ഷമിക്കുകയില്ല. പിന്നെ എങ്ങനെയാ നീലിന് സ്വാതിയോട് ക്ഷമിക്കാൻ പറ്റുന്നത്? സ്വാതിയുടെ സ്ഥാനവേ ഇനി വേദയ്ക്ക് തന്നെയാണ്. ആണോ? നാളത്തെ റിസൾട്ട് നെഗറ്റീവ് ആണെങ്കിൽ സ്വാതി എടുത്ത് ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ വല്യച്ഛൻ കൂട്ടി നിൽക്കൂ. വല്യച്ഛന് മാത്രം ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ അത് വല്യച്ഛൻ ഈ വീടിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും. ഏത് ഗംഗയെ പോയി കുളിച്ചാലും എത്ര ക്ഷേത്ര ദർശനം നടത്തിയാലും ആ പാപം വല്യച്ഛനെ വിട്ട് പോവില്ല, മരണം വരെ. എനിക്കറിയാം, ഞാൻ ആത്മഹത്യ ഒന്നും ചെയ്യില്ല. അത് വേറൊന്നും കൊണ്ടല്ല. ഈ വീടും ഏട്ടനും ഈ ജീവിതവും എല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയതുകൊണ്ടാ. നീ പൊയ്ക്കോ. ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ. ഒരുപക്ഷെ ഏട്ടൻ എന്നെ ഉപേക്ഷിക്കുമായിരിക്കും, പക്ഷേ ഒരിക്കലും നിന്നെ സ്വീകരിക്കില്ല. ഈ സ്വാതി അല്ലാതെ ഏട്ടന്റെ ജീവിതത്തിൽ വേറൊരു പെണ്ണുണ്ടാവുകയില്ല. ഞാനും പണ്ട് ഇങ്ങനെ കരുതിയിരുന്നു. എന്നിട്ടും നീലിന് ഒട്ടും ചേരാത്ത നീ അവന്റെ ജീവിതത്തിലേക്ക് വന്നില്ലേ? നീലിന്റെ ജീവിതത്തിലേക്കുള്ള എന്റെ മടങ്ങിവരവ് തടയാൻ നിനക്കാവില്ല സ്വാതി. അവരുടെ വാക്കുകൾക്ക് ഒരു തെറ്റും സംഭവിക്കില്ല. ഡോക്ടർ ശ്രീദേവിയല്ല, ഇനി അതിനേക്കാൾ വലിയ സ്പെഷ്യലിസ്റ്റ് വന്നാലും സ്വാതിയുടെ വിധി മാറില്ല. സ്വാതിക്ക് അമ്മയാകാൻ കഴിയില്ലെന്ന് ഡോക്ടർ ശ്രീദേവി കൂടി റിപ്പോർട്ട് നൽകിയാൽ നീല് സ്വാതിയെ ഉപേക്ഷിക്കും. അച്ഛനും പിന്നെ അതിനെ എതിർക്കില്ല. സ്വാതി ഈ വീടിന്റെ പടിയിറങ്ങിക്കഴിഞ്ഞാൽ എനിക്കെന്റെ പഴയ നീലിനെ തിരിച്ചു കിട്ടും. ഞാൻ സ്വപ്നം കണ്ട ജീവിതം എനിക്ക് തിരിച്ചു കിട്ടും. ആർക്കും ദ്രോഹം വരാൻ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സ്വാമിജി. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണം. ഗുരുവിന്റെ ഈ തത്വം ലോകപ്രസിദ്ധമാണ്. ഒരുവന് നന്മ ചെയ്യാനുള്ള വഴി ഇതിനേക്കാൾ മനോഹരമായി ആർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും? കുട്ടിയുടെ മനസ്സിലെ നന്മയും ശുദ്ധിയും ഭഗവാൻ കാണാതിരിക്കില്ല. ശ്രീദേവി ഡോക്ടറുടെ പരിശോധനാഫലം ഇന്ന് കിട്ടും അല്ലേ? അത് സ്വാമിജി എങ്ങനെ അറിഞ്ഞു? അതല്ലേ ഭഗവാന്റെ മായ. അവരിന്ന് അമ്പലത്തിൽ വന്നിരുന്നു. ഞാൻ അയാളെ ഒന്ന് കണ്ട് സംസാരിച്ചാലോ? ഇപ്പൊ വേണ്ട സ്വാമിജി, എന്തായാലും ഇന്നത്തെ ഒരു ദിവസം കഴിയട്ടെ. ശരി, മോളുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ. നല്ലത് വരട്ടെ. വേദ, ഞാൻ വണ്ടിയിലോട്ടിരിക്കാം. പണ്ട് നീൽ എന്നോട് ഇങ്ങനെ ആയിരുന്നില്ല പെരുമാറിയിരുന്നത്. ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ? വണ്ടിയില് ഒപ്പം വരാൻ അനുവദിച്ചു എന്ന് കരുതി അത് എനിക്ക് നിന്നോടുള്ള പഴയ ഇഷ്ടമായിട്ട് വ്യാഖ്യാനിക്കരുത്. മൈൻഡ് ഇറ്റ്.
പഴയ ഇഷ്ടം എന്നോട് കാണിച്ച എന്താ കുഴപ്പം? ഇത്രയും കാലം മറ്റെല്ലാം ഉപേക്ഷിച്ച് നീലിന്റെ സ്നേഹം തേടി മാത്രം ജീവിച്ചില്ലേ ഈ വേദ? വാക്ക് പറഞ്ഞിട്ട് അത് പാലിക്കാതിരുന്നത് ഞാനാണോ? അല്ലല്ലോ. ജീവിതം തേടി പോകുമ്പോ എനിക്ക് സംഭവിച്ചത് എന്താണെന്ന് നീല് മറന്നുപോയോ? നീ എന്താ ഓരോന്ന് പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്യാനാണ് ഉദ്ദേശം? എനിക്കങ്ങനെ ഒരു ഉദ്ദേശവും ഇല്ല. ഇത്രയും കാലം ഞാൻ കാത്തിരുന്നു. എന്നെ നീല് സ്നേഹിക്കുന്നില്ലെങ്കിൽ വേണ്ട, പക്ഷെ ന്യായമായ പരിഗണന എനിക്ക് വേണം. ഇനിയെങ്കിലും അതിനുള്ള അവകാശം എനിക്കില്ലേ നീൽ? ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ മാന്യത അധിക കാലത്തേക്ക് ഉണ്ടാവില്ല. വേദയെ ചതിച്ച നീലിന്റെ കഥ നല്ല എരിവും പുളിയും ചേർത്ത് ഗോസിപ്പായിട്ട് പുറത്തിറങ്ങും. പക്ഷേ നീലിനും കുടുംബത്തിനും അത് സഹിക്കാൻ കഴിയില്ല. ഇനി ഞാൻ ടെൻഷൻ അടുപ്പിക്കുന്നില്ല. നീൽ സമാധാനത്തോടെ വണ്ടി ഓടിച്ചോ. ഇനി നീൽ എന്റെ വഴിക്ക് വരും. ഇല്ലെങ്കിൽ സംഭവിക്കുന്ന അപകടം നീലിന് നന്നായിട്ട് അറിയാം. ഞാനാണെങ്കി കൊന്നേനെ. അയ്യോ, ഞാനങ്ങനെ ചെയ്യത്തില്ല. നീ എന്നെ അങ്ങനെ വെറുതെ സംശയിക്കല്ലേ. വേദയ്ക്ക് നീലിലേക്ക് എത്താനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. നീലൊരു പുരുഷനാ. സ്വാതി അകന്നു പോയി കഴിഞ്ഞാൽ പിന്നെ വേദയുടെ സമയവാ. നമ്മൾ അതിനൊരു വഴിവെട്ടി കൊടുത്താൽ മാത്രം മതി. പിടിച്ചു നിൽക്കാൻ കഴിയും. ഡോക്ടർ ശ്രീദേവി ആന്റിയുടെ ചെക്കപ്പിന്റെ റിസൾട്ട് വരുന്നത് വരെ മാത്രമേ എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ കഴിയൂ. അത് കഴിഞ്ഞാ ഇവിടെ വിട്ടു പോകേണ്ടി വരും. എന്തായാലും ഇതിനൊരവസാനം ഉണ്ടായേ പറ്റൂ. ആ വിധിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാ ഇനി. എന്തായാലും വിധിയെ നേരിട്ടേ പറ്റൂ. ഈശ്വരൻ എന്ത് തന്നെ വിധിച്ചാലും ഈ സ്വാതി അത് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും. ഞാൻ കാണിക്കേണ്ട ചില സാമാന്യ മര്യാദകളുണ്ട്. ഒരു ഡോക്ടർ എന്ന നിലയിൽ എനിക്കത് ചെയ്തേ പറ്റൂ. ഞാൻ ആദ്യം സ്വാതി ഒന്ന് കാണട്ടെ. റിസൾട്ട് പിന്നീട് പറയാം. സ്വാതി മുകളിലുണ്ട്, ഞാൻ വിളിക്കാം. വേണ്ട, ഞാൻ അങ്ങോട്ട് പോയി കണ്ടോളാം. ശരി, ആയിക്കോട്ടെ. ഡോക്ടറെ, റിസൾട്ട് എന്തായി? ഒക്കെ പറയാം. ആദ്യം സ്വാതി ഒന്ന് കാണട്ടെ. ഈ ഡോക്ടർക്ക് എന്താ പ്രാന്തായോ? ചുമ്മാ എന്തിനാ അവളെ കാണാൻ പോകുന്നത്? എടീ, ഇതിനകത്ത് എന്തോ ഒരു അപകടം മണക്കുന്നില്ലേ? വാ മോളെ, നമുക്ക് നോക്കാം. വാടി. സ്വാതി, ഇതുകൊണ്ടൊന്നും ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല. ഡോക്ടർ സത്യം തന്നെ പറഞ്ഞോളൂ. ഇത് ഞാൻ പ്രതീക്ഷിച്ചത് തന്നെയാ. ഡോക്ടർ ധൈര്യമായിട്ട് പറഞ്ഞു. എന്ത് സംഭവിച്ചാലും അത് നേരിടാൻ ഞാൻ തയ്യാറാ. സ്വാതിയുടെ ഈ തീരുമാനത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. ഞാൻ താഴേക്ക് പോവാം. ഡോക്ടറെ, പറഞ്ഞതൊക്കെ ഞങ്ങൾ കേട്ടു. ഇവിടെ പറഞ്ഞത് തന്നെ താഴെ പോയും പറയണേ. ഇല്ലാതെ നിങ്ങൾ രണ്ടുപേരും കൂടെ കള്ളം പറഞ്ഞ് ആരെ മണ്ടന്മാരാക്കരുത്. ആരുമില്ല. ഡോക്ടർ അച്ഛനോട് സത്യം മാത്രം പറഞ്ഞാൽ മതി. ബാക്കിയെല്ലാം വിധി പോലെ വരട്ടെ.
സ്വാതിയെ ഈ വീടിന്റെ എല്ലാ അധികാരങ്ങളും ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ദുർഘടസന്ധിയിൽ അവളെ ഒന്ന് രക്ഷിക്കാൻ ശ്രീദേവിക്ക് മാത്രമേ കഴിയൂ. ആ പരിശോധനകൾ പോസിറ്റീവാണെന്ന് തെളിയണം. അത് സാധിക്കില്ല മഹേഷേട്ടാ. സ്വാതിയുടെ കാര്യത്തിൽ എനിക്ക് തരാനുള്ളത് ഒരു നെഗറ്റീവ് റിപ്പോർട്ടാ. ഒരിക്കലും സ്വാതിക്ക് ഒരു കുഞ്ഞിന്റെ അമ്മയാവാൻ കഴിയില്ലെന്ന് തന്നെയാ ടെസ്റ്റ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വൈദ്യശാസ്ത്രം ഇന്ന് ഒരുപാട് മാറിക്കഴിഞ്ഞു മഹേഷേട്ടാ. വിഷമിക്കേണ്ട, എന്തെങ്കിലും ഒരു പരിഹാരം നമുക്ക് കാണാം. സ്വാതിയുടെ കാര്യത്തിൽ നിനക്കതിന് കഴിയൂ ശ്രീദേവി? ആ, ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കാം. ചികിത്സ തുടങ്ങണമെങ്കിൽ അവര് തമ്മിലുള്ള മാനസികമായിട്ടുള്ള അകലം മാറണം. കുറച്ചു ദിവസം കഴിഞ്ഞ് ഈ ടെൻഷൻ ഒരു ശമനം വരുമ്പോ നീലിനോട് ഞാൻ സംസാരിക്കാം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ മഹേഷേട്ടാ. ശരി. കേട്ടില്ലേ മോളെ? അയ്യോ, പ്രസവിക്കാത്തവളെ ഇനി ചികിത്സിച്ച് പ്രസവിപ്പിക്കാൻ പോവാ. ഈ ഡോക്ടർക്ക് ഇതിന്റെ വല്ല കാര്യമുണ്ടോ? ആ ഡോക്ടർ പറഞ്ഞത് അമ്മ കേട്ടില്ലേ? ചികിത്സ തുടങ്ങണമെങ്കിൽ അവര് തമ്മിലുള്ള അകലം കുറയണമെന്ന്. എന്നുവെച്ചാ അവര് പഴയതുപോലെ വീണ്ടും ഒന്നിക്കണമെന്നല്ലേ? എടി മോളെ, അതിന് നമ്മൾ അനുവദിക്കരുത് കേട്ടോ. ഇല്ലമ്മേ, എന്തൊക്കെ സംഭവിച്ചാലും സ്വാതിയും നീലും തമ്മിൽ ഒരുമിക്കാതിരിക്കാൻ ഞാൻ എന്ത് കളിയും കളിക്കും. അവര് തമ്മിൽ ഒരുമിക്കാൻ ഞാൻ അനുവദിക്കില്ല. എന്തായാലും സമാധാനമായി. സ്വാതിയും നീലിനെയും 2 പാത്രമാക്കണം. പാത്രമാക്കാനാ? അതിനെന്താ ഗൗരി, അവർ ചെമ്പോ അലൂമിനിയം വല്ലതും ആണോ? രാജുവേട്ടാ, സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുന്ന സമയത്ത് ഇങ്ങനെ ഊള കോമഡി അടിക്കലെന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാ. ഞാനൊരു തമാശ പറഞ്ഞതിന് നീ എന്തിനാ ഗൗരി ഇങ്ങനെ കിടന്ന് ചൂടാവുന്ന അല്ലേ അമ്മ? ഒരു തമാശക്കാരൻ. മോളെ, ഈ വിവരം നമുക്ക് വേദയെ വിളിച്ച് പറയണ്ടേ? നീ ഒന്ന് വിളിക്കവളെ. എനിക്ക് ആ ക്ലൈമാക്സ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നീലിന് ഇഷ്ടപ്പെട്ടോ? ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആവും, എനിക്ക് ഉറപ്പാ. ഈ സിനിമ കൊണ്ട് സത്യത്തിൽ എനിക്കല്ല, നീലിന് വലിയ ഗുണമുണ്ടാവാൻ പോകുന്നത്. മലയാളത്തിലെ ഒരു സ്വഭാവ നടനെന്ന സ്ഥാനത്ത് നിന്ന് നീലൊരു താരമായി ഉയരും. അതിനുള്ളതെല്ലാം ഈ സിനിമയിലുണ്ട്. എന്താ, പറ്റുമോ? ചെയ്യാം. നീല് പറയുന്നതായിരിക്കില്ല, ഞാൻ പറയുന്നതായിരിക്കും ചെലവ്. എഗ്രി? എന്നെ കൊണ്ട് സാധിക്കുന്ന കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തിരിക്കും. സത്യം, ഫോൺ ബെല്ലടിച്ചു. ഗൗരിയാണല്ലോ. ഇവൾ എന്തിനാണാവോ വിളിക്കുന്നത്? എന്തെങ്കിലും കുശുമ്പും കുന്നായ്മയും പറയാനായിരിക്കും. അതിനല്ലേ എല്ലാവർക്കും താല്പര്യം. ഓ, അതൊക്കെ മനസ്സിലുണ്ട് അല്ലേ? ഹലോ ഗൗരി. തന്നെയാ നല്ലത്. മാറിയേക്ക്. എടി മോളെ, ഇനി ഇവിടെ നിന്നാലേ ഇവിടെ ചിലപ്പോ സതുവട്ടനെ വിളിച്ച് പാര വെക്കും. സതുവട്ടം വന്നാൽ മൊത്തക്കുളവാവും. വാ, നമുക്കിപ്പോ പോവാം. വാ, ഓടി. ഞങ്ങൾ ഇപ്പൊ പോവാ. പക്ഷേ ഞങ്ങൾ ഇവിടൊക്കെ തന്നെ ഉണ്ട്, അത് നീ മറക്കണ്ട. വാമേ. ഉണ്ടോ മഹേഷ് ചേട്ടാ? നീയേ അവളുടെ തകർച്ച കാണാൻ കാത്തിരിക്കാന്ന് എനിക്കറിയാം. കാര്യമൊന്നും
മനസ്സിലാക്കും മഹേഷേട്ടാ. എത്രയും പെട്ടെന്ന് സ്വാതി ഈ വീട്ടിൽ നിറക്കി വിട്ട ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും അതോടെ അവസാനിക്കും. അതാ ഞാൻ പറഞ്ഞു വന്നത്. ആ അതെ, ഈ പൊമഴി മാത്രമേ ഉള്ളൂ ഇനി നീലിനെ രക്ഷിക്കാം. നിർത്തിക്കോ നീ ഭാനുമതി. ഓ, ഈ വീട്ടിൽ ഇപ്പൊ നടക്കുന്ന സകല കുഴപ്പത്തിന്റെ കാരണക്കാരി നീ ഒറ്റൊരുത്തിയ. അതുകൊണ്ട് മര്യാദക്കെല്ലാം നിർത്തി വിടുന്ന ഇറങ്ങിപ്പോയിക്കോ. നിന്റെ ഉടായ്പ പോംവഴിയൊന്നും ഇങ്ങോട്ട് വേണ്ട, കേട്ടല്ലോ.